വിയ്യൂർ സെൻട്രൽ ജയിലിലെ റിമാൻഡ് തടവുകാരന്റെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട മനുഷ്യാവകാശ കമ്മീഷൻ രമേശ് ബാബുവിന്റെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് കൂടി ചേരുന്നു. സാരംഗ്, എന്തായാലും വിയ്യൂർ സെൻട്രൽ ജയിലിലെ റിമാൻഡ് തടവുകാരന്റെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷനാണ് നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? നേരിടുന്ന 35 വയസ്സുള്ള ചിറ്റിശ്ശേരി സ്വദേശി രേഷ് ബാബുവിന്റെ മരണത്തിലാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. തുടക്കം മുതലേ തന്നെ ഈ മരണത്തിൽ കുടുംബം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അസ്വാഭാവികതകൾ ഉണ്ടെന്നും കുടുംബം ആരോപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. ജയിൽ വകുപ്പ് മേധാവിയും അതോടൊപ്പം തന്നെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറും അന്വേഷണം നടത്തണം. അത് 15 ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഈ നിർദ്ദേശമുള്ളത്. ഈ ജന്മന മാനസിക വെല്ലുവിളി നേരിടുന്ന രേഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്തതും അതിനുശേഷം പിന്നീട് ജയിലിലേക്ക് പറഞ്ഞയച്ചതും അതിൽ വലിയ ശരികേടുണ്ട് എന്ന അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ആരോപണം ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മീഷൻ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ 3-ാം തീയതിയാണ് രേഷ് ബാബു ചികിത്സയിലിരിക്കെ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടത്. എന്തായാലും അദ്ദേഹത്തിന്റെ മരണകാരണം പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞത് മൂലമാണെന്ന് എന്തായാലും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിൽ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഈ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് വിട്ട നടപടിയിൽ ചെറിയ രീതിയിൽ നിയമപിശകുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണം പൊതുവെ ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷൻ നടപടിയെടുത്തിട്ടുള്ളത്. സാരംഗാണ് വിവരങ്ങളുമായി ചേർന്നത്.